എന്താടി ഒരു വഴി? എന്തിനാടി അവർ ഇങ്ങോട്ട് വരുന്നത്? അമ്മാവന്റെ അടുത്ത് വന്ന് അവിടെ നിന്ന് അങ്ങോട്ട് പോയാ പോരെ? ഇങ്ങനെ കാണിച്ചാൽ എന്താ? എനിക്കറിയാൻ പാടില്ല. പൊന്നാങ്ങളേനെയാണ് വിളിച്ചത്. ആങ്ങളൊക്കെ അപ്പൊ തന്നെ പറയാറുന്നില്ലേ ഇങ്ങോട്ട് വരണ്ട, ഇവിടെ ആരും ഇല്ലാന്ന്. എന്റെ പൊന്നെ വന്ന് കല്യാണത്തിന് കണ്ടപ്പോ ഓർമ്മയുണ്ട ചേച്ചിക്ക്? സാരി ഇങ്ങനെ വിടർത്തിയിടും, സാരി ഇങ്ങോട്ട് ഇങ്ങനെ ഇട്ട് കാണിക്കും. ഈ മുടി ഇട്ടതേ ഇത് സമയം ഇത് തന്നെ പരിപാടി. എന്റെ പൊന്നോ എത്ര സമയം ഇത് കാണണം കർത്താവേ. അഹങ്കാരി പെണ്ണ്. ആ ചേട്ടനാണെങ്കിലോ അവനൊരു മണുങ്ങൻ. അവളുടെ നേരെ അവൻ എന്തെങ്കിലും പറയോ? അവന് 4 നേരം വെട്ടി വീഴും. ഏട്ടാ ഏട്ടാ വിളിക്കുമ്പോഴത്തേക്കില്ലേ ഇങ്ങോട്ടും ഇങ്ങോട്ടാ ശരിക്കും പറഞ്ഞ ഈ വരച്ച വരയിൽ നിർത്തുന്നെന്ന് പറയില്ലേ, അത് തന്നെയാണ്. നീ കണ്ടിട്ടുണ്ടോടാ അവരെ? ഇതല്ല അവരെ ഇന്ന് വരുന്നെന്ന് പറഞ്ഞില്ലേ? ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ലോഡ് വന്നപ്പോ കയറ്റാനായിട്ട് എന്നെ വിളിച്ചില്ലേ? അന്ന് അയാളുണ്ടായിരുന്നു അമ്മാനെ കണ്ടെത്തി. എന്തൊരു ഐഡിയ പറഞ്ഞാടാ. അവരിങ്ങോട്ട് വരണ്ട. ഇനി വെച്ചുണ്ടാക്കണം, മറ്റേ സദ്യ ഒരുക്കണം. ഒരു കറിയും ചോറും അത്രേ ഉള്ളു. എന്തായാലും മട്ടനൊന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. കലകണി കുടിച്ച് തന്നെ ഞാൻ പറയത്തില്ലേ, ഞാൻ പറഞ്ഞോളാം. ഓ വരല്ലേന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. അമ്മായിക്ക് അതൊരു കുറച്ചിലാവും. ഓ പിന്നെ അമ്മയ്ക്ക് കുറച്ചില് അവരുടെ വീട്ടിൽ സൽക്കരിച്ചാൽ മതി. അതന്നെ. അവിടെ വരുന്നവർ അവരെ വന്നിട്ട് അങ്ങ് പൊക്കൂടെ, ഇങ്ങോട്ട് എന്തിനാണ് കെട്ടിയെടുക്കുന്നത്? തിരക്കാണാ? ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞങ്ങള് കുടുംബശ്രീയുടെ മീറ്റിങ്ങിന് പോണം. അതെ പിന്നെ അവരില്ലേ, അവര് എപ്പോ വരുന്നാ പറഞ്ഞേ? നീ ഒരു കാര്യം ചെയ്യ കനക, ഞങ്ങളന്ന് നല്ല തിരക്കാ, ഇവിടെ ആരും ഇല്ലാന്ന് പറ. എടാ ഒരു വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി എവിടെയെങ്കിലും പോവൂലേ? അല്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കണമെന്ന് പറ. ഞങ്ങൾക്ക് ഇവിടെ വെച്ചുണ്ടാക്കാനുള്ള സമയമൊന്നുമില്ല കേട്ടോ. എല്ലാം കൂടി പുറത്ത് മേടിക്കേണ്ടി വരും. വന്നാ വിട്ട് പോവില്ല. ഏട്ടാ ദേ അല്ല പറയട്ടെ ഇവിടെ ആർക്കും സൽക്കരിക്കാനൊന്നും നേരമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏട്ടൻ പുറത്തുനിന്ന് വരുമ്പോഴത്തേക്ക് വാങ്ങിച്ചിട്ട് വന്നു, അത്രേ ഉള്ളൂ. നേരമായില്ല. ഒരു കാര്യമായിട്ട് പറയാം, കൊടുക്കാം. എന്നാ എന്തെങ്കിലും ചെയ്. ഇപ്പൊ വരാനുള്ള സ്ഥിതിക്ക് വന്നിട്ട് പോട്ടെ. അയ്യോ അങ്കിള് മറന്നുപോയി. മക്കള് 3ാം ക്ലാസ്സിൽ അല്ലേ? മക്കള് 2-ല് സെക്കൻഡില്. ചേച്ചി എന്താ അവള് കുളിക്കുന്നു. ഇവരെ കുപ്പി ഗ്ലാസ് പൊട്ടിച്ചാലോ? ഞാൻ എടുക്കാം. ബിജുവോട് നമ്മളിവിടെ ഗ്ലാസ് ഒക്കെ ഉള്ള വീട് തന്നെ, ഒന്ന് പൊട്ടിയാലും വേറെ ഗ്ലാസ് ഉണ്ട്. പിള്ളേരെ പൊട്ടിച്ചാലോ? ശ്രീ ചോദിക്കട്ടെ, ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ. ഇവരെ ഒന്ന് നോക്കിയോട്ടോ. വെള്ളം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ നല്ല വിശേഷം. വന്നിട്ട് 10 മിനിറ്റ് ആയി. എവിടെ ഒന്ന് കാണട്ടെ. അയ്യോ അതുപോലെ തന്നെ ഇരിക്കുന്നല്ലേ, ഒരു മാറ്റമില്ല. ചേച്ചി ഇവിടെ കുളിക്കുവായിരുന്നല്ലേ? ഞാൻ കുളിക്കുമായിരുന്നു. നിങ്ങൾ പറഞ്ഞതിന് ഒന്ന് കുളിച്ചിട്ട് വരാന്ന് വിചാരിച്ച. ഇതെന്താ മുടിക്കൊക്കെ കളറ് ചുമ്മാ ഇരുന്നപ്പോ ഭയങ്കരമായിട്ട് മാറിപ്പോയില്ലേ? കയ്യൊക്കെ നോക്കിയേച്ചി, ടാറ്റൊക്കെ പിടിച്ച്. കയ്യിൽ മാത്രമല്ല ഉണ്ട് വേറെ ടാറ്റു ഒക്കെ. ചെല്ല അങ്ങോട്ട് അവിടെ പോയിരിക്കും. വിരുന്നുകാരൊക്കെ ഇവിടെ വന്നിരിക്കും. ഗ്ലാസ് മതിയാ? മതി. നല്ലതാ കേട്ടോ. താങ്ക് യു. എന്തിനുള്ളാന്ന് പറഞ്ഞില്ല. കരിക്കട്ട പോലെ ഇരിക്കണം കൈയുടെ അവിടെ ടാറ്റു അടിച്ചിട്ട്. അവിടെ മാത്രമല്ല ഇവിടെ മുതുകത്ത് കാലില് കാല് കാണാനാ. മുതുകത്തൊക്കെ ടാറ്റു അടിച്ച് വെച്ചിട്ട് ഒന്നാമത്തെ ഉണക്ക പോലത്തെ കുറച്ച് മുടി. ചേച്ചി ആ മുടി കളർ ചെയ്തിട്ട് വല്ല ഭംഗിയാണ് ചേച്ചി. പിന്നെ കുളിരാന്ന് പറയാൻ പറ്റുമോ? അത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലാന്ന് സാവധാനം അറിയിക്കാം. നീ എന്താ ഉണ്ടാക്കാൻ എന്തിനുള്ള സാരി നല്ലതെന്ന് പറഞ്ഞത്? എനിക്കും ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പ്രത്യേകിച്ച് ആ പെണ്ണെടുത്തിട്ട് ഒരു ഭംഗിയില്ല. സത്യോണ്ടിരിക്കുന്ന ആളോട് നൃത്തം കളിക്കുന്ന